ഹലോ, ഡിജോ ജോസ് ആൻ്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ കോമഡിയിലൂടെ പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവം സിനിമയ്ക്ക് കിട്ടിയോ എന്ന് സംശയമുണ്ട്. ഇതിൽ കളക്ടറായി ഒരു ചെറിയ സീനിൽ ഷൈൻ ടോം ചാക്കോ വരുന്നുണ്ട്. അദ്ദേഹം ഒരു വിഷയം രഹസ്യമായി ഒത്തുതീർപ്പാക്കുന്നുണ്ട്. ഇങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാവുമോ? ഉണ്ടായാലും ആരും പുറത്തു പറയില്ലല്ലോ, അല്ലേ? അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഇവിടെ ചെകുത്താന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല, ചെകുത്താന്മാരെ നിലക്ക് നിർത്താൻ അറിയാവുന്നതുകൊണ്ടാണ്. അത് കലക്കി. മഞ്ജു പിള്ളയെപ്പോലെ തീ തിന്നുന്ന അമ്മമാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. പുള്ളിക്കാരി ഭംഗിയായി തന്നെ ചെയ്തു. ഈ അമ്മയെപ്പോലെ തന്നെ മിക്ക അമ്മമാരും വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവന്മാർ നന്നാകുമോ? ഇല്ലതാനും. നിവൃത്തിയില്ലാതെ ചെയ്തേ പറ്റൂ എന്നൊരു ഘട്ടം വരുമ്പോൾ ഈ മക്കൾ എല്ലാം ചെയ്യും, നന്നാവുകയും ചെയ്യും. ഇതിൽ നിവിൻ പോളിയുടെ ക്യാരക്ടറിൽ വരുന്ന ആ ഒരു മാറ്റം, ആ രീതി എനിക്കിഷ്ടമായി. ഒരു നെഗറ്റീവ് സാഹചര്യത്തെ പുള്ളി പോസിറ്റീവ് ആക്കിയെടുത്തു. ജീവിതം അവിടെ ആസ്വാദ്യകരമായി. ആടുജീവിതത്തിൻ്റെ വേറൊരു വേർഷൻ. സിനിമ നൽകുന്ന മെസ്സേജുകൾ വളരെ നല്ലതാണ്. പക്ഷേ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ തോന്നി. നിവിൻ പോളിയുടെ കോമഡികൾ പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ ശരിക്കും വർക്കായിട്ടുണ്ട്. മരുഭൂമിയിലെ സീനുകളൊക്കെ രസകരമാണ്. ധ്യാനം നന്നായിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നല്ല താല്പര്യമുള്ള വ്യക്തിയായി സലീം കുമാറുണ്ട്. കെട്ടും പട്ടും സംസാരവും ഒക്കെ കൊള്ളാം. വയ്യാത്തതുകൊണ്ടാണ് എന്തോ പുള്ളി മിക്ക സീനുകളിലും ഇരിക്കുകയാണ്. കാണുമ്പോൾ മനസ്സിന് ഒരു വിഷമം. മരുഭൂമിയിലെ സാഹിബും നന്നായിട്ടുണ്ട്. നജീബിൻ്റെ ആടുജീവിതത്തിലെ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ മരുഭൂമിയിലും നല്ല മാറ്റങ്ങൾ വന്നു എന്ന് തോന്നി ആ സീനുകളൊക്കെ കണ്ടപ്പോൾ. നമ്മുടെ നാട് എന്നും ഇങ്ങനെയൊക്കെ ആയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. മുഷിപ്പില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.